അപ്പോൾ നല്ല അടിപൊളി ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ണൂർ വീട്ടിലെത്തിയതിന് ശേഷം ഭയങ്കര പണികളായിരുന്നു, ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിരുന്നില്ല. ഇത് പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് തൃച്ചംബരത്ത് അമ്പലത്തിൽ പോകുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി, അവിടെ 2 അമ്പലമുണ്ട്, 2 അമ്പലത്തിലും തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാം ഇറങ്ങിയൊരു ദിവസമായിരുന്നു. പക്ഷെ അവിടെ അകത്തൊന്നും വീഡിയോ തീരെ അലൗഡല്ല. അപ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ പുറത്ത് മാത്രം നല്ല ചെങ്കല്ലുകൊണ്ട് കെട്ടിയ തൂണുകളുള്ള അല്ലെങ്കിൽ മതിലുകളുള്ള നല്ല അടിപൊളി ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തൃച്ചംബരത്തും അവിടുന്ന് അതിനെ തുടർന്ന് നമ്മൾ പോയത് നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ്. അവിടെയും അതേപോലെ നമ്മൾ ഈ വൈകുന്നേരം ഇറങ്ങാനുള്ള കാരണം തന്നെ ഇതാണ്. അവിടെ സ്ത്രീകൾക്ക് വൈകുന്നേരം 7 മണിക്ക് ശേഷം മാത്രമേ പ്രവേശനമുള്ളൂ, ആകെ 1.5 മണിക്കൂറേ പ്രവേശനമുള്ളൂ. അപ്പോൾ അവിടെ ഒരു അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾ കയറുമ്പോൾ അവിടുന്ന് ഒരു പ്രത്യേക വഴിപാടൊക്കെ കൊണ്ട് വേണം കയറാനായിട്ട്. അപ്പോൾ അതെല്ലാം മേടിച്ച് നമ്മൾ അകത്ത് കയറി പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി കേട്ടോ. ഭയങ്കര എല്ലാവർക്കും ഓരോ ഫീലല്ലേ ഓരോ അമ്പലത്തിൽ പോകുമ്പോൾ. അപ്പോൾ ഈ രാജരാജേശ്വര ക്ഷേത്രത്തിനെക്കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് ഈ പാൻസും അതേപോലെ ഇതൊന്നും അലൗഡല്ല. അപ്പോൾ നമ്മൾ മുണ്ടെടുത്തിട്ട് തന്നെ വേണം കമ്പൽസറി പോകാനായിട്ട്. അതായത് കുട്ടികളൊക്കെ മുണ്ടെടുക്കാതെ വന്നിരിക്കുന്നവർക്കെല്ലാം അവിടെ മുണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടോക്കൺ എടുത്ത് റെൻറ്റിന് നമുക്ക് അവിടെ നിന്ന് മുണ്ടും തോർത്തും കാര്യങ്ങളും ഒക്കെ കിട്ടും, അതൊക്കെ മേടിക്കാം. പിന്നെ ഇതറിയാമല്ലോ, രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ഉള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടു. അതിനുശേഷം അവിടുന്ന് ജസ്റ്റ് അവിടെ നമ്മുടെ പുഴയൊക്കെ ഉണ്ട്, അപ്പോൾ പടവുകളൊക്കെ ഇറങ്ങി അതൊക്കെ ഒന്ന് പോയി കണ്ട്, ആദ്യമായിട്ട് കാണുന്ന സ്ഥലമല്ലേ, അപ്പോൾ അത് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ നമ്മൾ പോയത് നമ്മുടെ ഇളയമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് രാത്രിയല്ലേ, ഈ സമയത്തല്ലേ അവിടെ അടുത്താണ്, അതുകൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. കാരണം നമ്മൾക്ക് ഈ സമയത്ത് വന്നാലേ ഇവിടെ കയറാൻ പറ്റുള്ളല്ലോ. അപ്പോൾ ശമ്പൂട്ടൻ ആകെ അവിടെ കളിയാണ്. കാരണം അവിടെ അത്യാവശ്യം വലിയ ഗ്രൗണ്ട് ഉണ്ട്, അപ്പം നന്നായിട്ട് ഓടി കളിക്കാനൊക്കെ പറ്റും ആൾക്ക്. അവൻ കളി തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ അവിടുന്ന് ഇളമനെ വിളിക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇളമെടുത്ത് പോയിട്ട് നമ്മൾ സംസാരിച്ച് അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വേഗം ഇറങ്ങി. കാരണം നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ശമ്പൂട്ടൻ ആകെ ഛർദിലാണ് കാറിൽ കയറി കഴിയുമ്പോഴത്തേക്ക്. അപ്പം ഛർദ്ദിക്കുന്ന അവന് വിഷയമുള്ള കാര്യമല്ല, കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ക്ഷീണമാവല്ലോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരുന്ന് എല്ലാം കാണുകയാണ്. നമ്മളും അതെ അവിടെ ഇരുന്ന് ഇങ്ങനെ പുതിയതായിട്ട് വന്നൊരു സ്ഥലമല്ലേ, അപ്പോൾ ശിവരാത്രിയുടെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നതൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, അതിന് കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ് ഇത്. അവിടെ നല്ല അടിപൊളി മ്യൂറൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് നേരെ പോയത് ഇളമ്മയുടെ അടുത്തേക്കാണ്. അപ്പോൾ അവരും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തല്ലേ നമ്മൾ കയറി ചെന്നത്. അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വേഗം പോയി ഒരു ചായ എല്ലാം കുടിച്ച് നേരെ ഇറങ്ങി. മാത്രമല്ല അവിടുന്ന് ഡിന്നർ കഴിക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. കാരണം ശമ്പൂട്ടൻ ആകെ ഛർദ്ദിക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ നമ്മൾ വീടിനോട് അടുത്തെത്തുമ്പോൾ കഴിക്കാമെന്ന് കരുതി കേട്ടോ. ഛർദ്ദിച്ച് വലഞ്ഞിരിക്കുന്നൊരു രൂപമാണിത്. അപ്പോൾ വീടിൻ്റെ തൊട്ടുമുറ്റത്ത് തന്നെ പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അവിടുന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അൽഫാമൊക്കെ കഴിക്കണം എന്ന്. അപ്പം നമ്മൾ ഓൾറെഡി ചേച്ചിയും മക്കളൊക്കെ വന്നപ്പോൾ അവിടുന്ന് മേടിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ വരുമ്പോഴും കഴിക്കണം എന്നൊരു ആഗ്രഹം. അപ്പം നമ്മളിത് പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പോയിട്ട് അൽഫാമൊക്കെ മേടിച്ചിട്ട് കുപ്പൂസും പൊറോട്ടയൊക്കെ ആയിട്ട് നമ്മുടെ ഡിന്നർ അങ്ങനെ കഴിച്ചു. പൊതുവേ ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കാണുമ്പോൾ ശമ്പൂട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതൊക്കെയാണ്. അന്നത്തേക്ക് പക്ഷേ ആളൊന്നും കഴിച്ചില്ല കേട്ടോ. ഛർദിലിൻ്റെ ഭയങ്കര ക്ഷീണമായിപ്പോയി. അപ്പം ആൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ച് തരുവാണെങ്കിൽ ഞാൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. അത് വന്നപ്പോൾ നോക്കൂ, നിറയെ ചാട്ട് മസാലയും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു വെർഷനാണ് കേട്ടോ കൊണ്ടു തന്നത്. ശരിക്കും പറഞ്ഞാൽ അതും കുട്ടിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് ഇനി ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളൊരു ലൈം ജ്യൂസും കൂടെ കുടിച്ചിട്ട് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തെ വീഡിയോ മാത്രമല്ല കേട്ടോ, ഞാൻ കണ്ണൂരിലെത്തിയിട്ട് എല്ലാ ദിവസത്തെയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇത് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴും അതെ, അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം കുറേ നാളിന് ശേഷം ചെല്ലുന്നതല്ലേ. മാത്രമല്ല അവർ നമ്മുടെ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുറേ പറയാനും കുറേ കാണിക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ആ ഒരു കുന്ന് നിറയെ കോവൽ പടർന്ന് കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശമ്പൂട്ടനും നന്ദൂട്ടനും കൂടെ കയറിയിട്ട് കോവൽ പറിക്കാം. എന്നാൽ ഈ കുട്ടികളെ താഴെ കൊണ്ട് തരണ്ടേ, ഇവിടുന്ന് 2 ക്യാച്ച് പിടിക്കാനും അവിടുന്ന് 2 എറിഞ്ഞു കൊടുക്കാനും. അങ്ങനെ കുന്നുമേലുണ്ടായിരുന്ന കോവയ്ക്ക മൊത്തവും താഴെ എത്തിച്ചു. നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം ശമ്പൂട്ടനൊരു കോവയ്ക്ക പ്രാന്തനാണ്. അതിനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ.
കാരണം ശംഭു ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഛർദ്ദിക്കുമല്ലോ. ഒരിക്കൽ നമ്മൾ വീട്ടിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് കോവയ്ക്ക മെഴുക്കുവരട്ടിയും തൈരും കൊട്ടി ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോകുമ്പം അവൻ ഛർദ്ദിച്ചില്ല. അപ്പോൾ അവന് ഭയങ്കര മാനസികമായി അത് അവനങ്ങ് ഉറപ്പിച്ചു പോയി, കോവയ്ക്ക കഴിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയാൽ ഛർദ്ദിക്കില്ല എന്ന്. പിന്നെ സത്യത്തിൽ അത് അവന് ഛർദ്ദിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഒരിക്കലും അവൻ ഛർദ്ദിച്ചിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്ക് കോവയ്ക്ക ഭയങ്കര അഡിക്റ്റാണ് യാത്രകളുടെ സമയത്ത്. പിന്നെ അറിയാലോ, രതീഷേട്ടൻ്റെ വീടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പൂങ്കാവനം പോലത്തെ നിറയെ പൂക്കളും അതേപോലെ ചെടികളും ഒക്കെ ഉണ്ട്. രതീഷേട്ടൻ കാര്യമായിട്ട് ഒരു പർട്ടിക്കുലർ ടൈം തന്നെ അതിന് കൊടുത്തിട്ടുണ്ട്. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ഉച്ച വരെയൊക്കെ ചെടിക്ക് വേണ്ടി ടൈം കളയുന്ന ആളാണ്. എനിക്ക് ചെടികളോടും പൂക്കളോടും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ നമ്മൾ നാട്ടിൽ നിൽക്കാത്തിടത്തോളം കാലം അതൊന്നും എന്തായാലും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. കാരണം നമ്മളെപ്പോഴും ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലോ ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. പിന്നെ ഏറ്റവും കഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം എല്ലായിടത്തുനിന്നും പോകുമ്പോൾ അതിനെ തിരിച്ച് കളഞ്ഞിട്ട് പോരുക അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോരുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ. അതേപോലെ അവിടെ ഒരു ചെറിയ അക്വേറിയം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടേ അങ്ങനെ പോയി. അതല്ലാണ്ട് ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒപ്പമുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നേരെ നമ്മൾ കണ്ണൂർക്ക് വന്നു. പിന്നെ ശംഭൂട്ടൻ്റെ പിറന്നാളുണ്ടായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, നക്ഷത്രം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അന്ന് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ അന്ന് ശംഭൂട്ടൻ കാര്യമായിട്ട് ഛർദ്ദിച്ചതുകൊണ്ടൊക്കെ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ അന്നത്തെ ദിവസം ഒരു മൂഡില്ലായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ. അപ്പോൾ അമ്മ പറഞ്ഞായിരുന്നു നമുക്ക് എന്തായാലും ഒരിക്കലും കൂടി പോകണം എന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാൻ പ്ലാനിട്ട ദിവസമായിരുന്നു അടുത്ത ദിവസം. അപ്പോൾ നമ്മൾ വല്യമ്മയും മയൂനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രജിയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫും മോളുമാണ്. അവരിപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ്. അവർ ബോംബെയിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ സെറ്റിലായതാണ്. അപ്പോൾ ഇനി എനിക്കൊരു കമ്പനിയാണ് നാട്ടിൽ ചെല്ലുമ്പോൾ. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അമ്മയും കൂടെ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയും ആരുമില്ല. ആ പ്രദേശത്ത് ഞാൻ മാത്രമേ ഉണ്ടാവലുള്ളായിരുന്നു. അല്ലെങ്കിൽ ഞാനും അച്ഛനും മാത്രമേ ഉണ്ടാവലുള്ളൂ. അച്ഛനും കൂടെ കടത്തിൽ പോയി കഴിഞ്ഞാൽ ആ പരിസരത്തെ ആരും ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഓടിച്ചെല്ലാം വല്യമ്മ ഉണ്ടല്ലോ. അപ്പം നമ്മൾ അവിടുന്ന് എല്ലാവരും കൂടെ പോയിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ആ പ്രാവശ്യം മന്തിയാണ് കേട്ടോ. മന്തി അൽഫാമും മേടിച്ചു. മന്തി കഴിക്കണമെന്ന് ലീലമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ മന്തി കഴിച്ചു. പിന്നെ ശംഭുവിന് കുബൂസ് മതിയെന്നായിരുന്നു. അപ്പോൾ അൽഫാം മേടിച്ചു. അവർ മയുവും ശംഭുവും ഒക്കെ അങ്ങനെ കഴിച്ചു. നമ്മളെല്ലാവരും കൂടെ മന്തി മേടിച്ച് ഷെയർ ചെയ്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചിട്ട് അങ്ങനെ പോന്നു. അടുത്ത ദിവസം കുർമത്തൂരിൽ നിന്ന് അമ്മമ്മ വന്നപ്പോൾ നമ്മൾ പോയപ്പോൾ കുറച്ച് പായസത്തിൻ്റെ അരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നെല്ലുത്തി അരി. അപ്പം അതുകൊണ്ട് എന്തായാലും ഒരു പായസം വെക്കാൻ അങ്ങ് തീരുമാനിച്ചു. പെട്ടെന്നുണ്ടായ തീരുമാനമാണ് കേട്ടോ. അപ്പോൾ ഇതിനിട ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസമായിട്ട് നമ്മൾ കസിൻ സിസ്റ്റേഴ്സിൻ്റെ എല്ലാം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂര്യയുടെയും സന്ധ്യേച്ചിയുടെയും സൗമ്യേച്ചിയുടെയും വലിയേച്ചിയുടെയും ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്ധ്യേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് സഞ്ജയ് സനയും, അതായത് സന്ധ്യേച്ചിയുടെ മക്കൾ നമ്മളുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം തന്നെ കാത്തും കല്ലും സൗമ്യേച്ചിയുടെ മക്കളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയാലേ ഒരു സമാധാനം വരുള്ളൂ കേട്ടോ. എല്ലാവരും കൂടെ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എല്ലാവരെയും പോയി കണ്ടിരുന്നു. അപ്പോൾ മക്കൾ വന്നല്ലേ എന്ന് എഴുതിയിട്ട് നമുക്ക് എന്തായാലും ഒരു പായസം വെക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. പക്ഷേ നമ്മുടെ വിചാരമൊക്കെ തെറ്റാണ്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് പായസം കഴിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കുറുമത്തൂരായപ്പോൾ അമ്മമ്മ തന്ന അരിയാണ്, നമുക്ക് എന്തായാലും ഒരിക്കൽ വെച്ച് നോക്കാം എന്ന് കരുതി. എനിക്ക് ശരിക്കും പാൽപ്പായസമാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ചെങ്ങന്നൂർ പോയപ്പോൾ അമ്പലത്തിൽ നിന്ന് പാൽപ്പായസമൊക്കെ വാങ്ങിച്ച് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ ശർക്കര ഇട്ട് നമ്മുടെ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പോലത്തെ നമ്മുടെ നെയ് പായസം പോലത്തെ സാധാരണ പായസം ഇല്ലേ, അത് വെക്കാമെന്ന് കരുതിയിട്ട് അച്ഛൻ പോയിട്ട് വെല്ലമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ കുറച്ച് ചാമ്പയ്ക്ക ചേച്ചിയുടെ അടുത്തുനിന്ന് വന്നപ്പോൾ കോവയ്ക്കും ചാമ്പയ്ക്കയും എല്ലാം കൊണ്ടുവന്നിരുന്നല്ലോ. അതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി ഉപ്പും ഒക്കെ ഇട്ടിട്ട് കഴിക്കാമെന്ന് കരുതി. ഈ ചാമ്പയ്ക്കയുടെ ഒക്കെ കളക്ഷൻസ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് അമ്മൂട്ടി വിളിച്ചിട്ട് ആൻറ്റി ചാമ്പയ്ക്ക കൊണ്ടേ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞാനാണേ കൊണ്ടുവരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതവർക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇനി കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെല്ലം പാവ് കാച്ചി ഒഴിച്ചു. അതിനുശേഷം തേങ്ങാപ്പാൽ 3-ാം പാൽ ഒഴിക്കുക, പിന്നെ 2-ാം പാൽ ഒഴിക്കുക. ഓഫായി കഴിയുമ്പോഴത്തേക്ക് 1-ാം പാൽ ഒഴിച്ച് ചുക്കും ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇളക്കിയെടുക്കുക. ഒരു തരി ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് ഇളക്കിയെടുത്ത് ഇങ്ങനെ വേവിക്കുമ്പം ശർക്കര ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൻ്റെ അടുപ്പിലുണ്ടാക്കുമ്പോഴേ അതൊരു സുഖമാണ്. നമ്മുടെ വിറകൊക്കെ വെച്ചിട്ട് ഈ അടുപ്പൊക്കെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ.
അതേപോലെ ഈ ഓട്ടുരുളിക്ക് മോക്ഷം കിട്ടുന്നത് നമ്മൾ വരുമ്പോഴോ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ മരുന്നുണ്ടാക്കുമ്പോഴോ മാത്രമാണ് കേട്ടോ. അപ്പം ഇത് കഴുകിയെല്ലാം വെച്ച് കഴിയുമ്പോൾ എടുക്കാനൊരു മൂഡ് അമ്മയ്ക്ക് വരത്തില്ല. പക്ഷേ ഞാനും അച്ഛനും പലതും പറഞ്ഞ് അമ്മയെ പ്രലോഭിപ്പിച്ചിട്ട് എടുത്തതാണ് ഈ ചട്ടി പുറത്ത് നമ്മുടെ ഉരുളി. അപ്പം അടിപൊളിയായിട്ട് പായസമൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ലൂസായിട്ട് തോന്നുന്നുണ്ടോ? പക്ഷേ അരിയാണ്, വെല്ലമാണ്, ഇരുന്ന് നന്നായിട്ട് കുറുകും കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോഴത്തേനും സത്യം പറഞ്ഞാൽ അത് നല്ല കേക്ക് പോലെ ആയിരുന്നു. കാരണം നല്ല കട്ടിയാവും, ചോറല്ലേ, അപ്പം നല്ല കട്ടിയാവും. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കണ്ടത്തിൽ നിന്നുള്ള കാറ്റും കൂടെ ആകുമ്പോഴേ അത്യാവശ്യം നല്ല പുകയെല്ലാം ഉണ്ട്. അമ്മ ഏലക്കയും പഞ്ചസാരയും നുള്ളു ചുക്കും കൂടെ പൊടിച്ചിട്ട് അതിന് ഉള്ളിലിങ്ങനെ ഇട്ടു കേട്ടോ. അപ്പം ആ ഒരു ഫ്ലേവർ ലാസ്റ്റ് നമ്മൾ ഇറക്കാൻ നേരം ഇടുമ്പോഴത്തേക്ക് നല്ലൊരു മണവും ഒരു ചെറിയ ആ ഒരു കുത്തലും ഒക്കെ വരണമല്ലോ. ഇതിൻ്റെ 2-3 സ്റ്റേജിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ലാസ്റ്റിൽ നമ്മൾ തേങ്ങയും അതേപോലെ കശുവണ്ടിയും മുന്തിരിങ്ങയും ഒക്കെ വറുത്തിടണമല്ലോ. ഇവിടെ തേങ്ങ ഇട്ടിട്ടില്ല, കശുവണ്ടിയും മുന്തിരിയും കൂടെ വറുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടയായിട്ടിരിക്കുകയാണ് നെയ്യ്, അതുകൊണ്ടാണ് ഈ അടുപ്പിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ 2-3 സ്റ്റേജായിട്ട് നമ്മൾ നെയ്യ് ചേർത്തിരുന്നു. അതിങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് അതും ചേർത്ത് വരിക. അവസാനം 1-ാം പാലും കൂടെ നല്ല കുറുകിയ തമ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി അങ്ങ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ 1-ാം പാൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുപ്പിൽ വെച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ വേഗം അതിനെ ഒന്ന് താത്ത് വെച്ചിട്ട്, അതായത് അടുപ്പിൽ നിന്ന് താത്ത് വെച്ചിട്ട് വേഗം ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ നെയ്യും കൂടെ വറുത്തിട്ട സാധനങ്ങളും ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി നന്നായിട്ട് കുറേ നേരം ഇളക്കിക്കൊണ്ട് നിൽക്കണം. ആ ഒരു തീ പോലത്തെ ചൂടങ്ങ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഓട്ടുരുളിയല്ലേ, അതിന് ചൂട് കുറേ നേരം നിൽക്കും. അപ്പോൾ പാലൊഴിക്കുമ്പോൾ കുറച്ച് പിരിയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതിങ്ങനെ നമ്മൾ ഇളക്കി നിൽക്കണം കുറേ നേരം. അത് തീന്ന് മാറ്റിയാലും കുറച്ചധികം നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം അതിൻ്റെ കുറുകി വരികയും ചെയ്യും, നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. നമ്മുടെ പാലൊന്നും പിരിഞ്ഞു പോവുകയില്ല. ആ ഒരു ഷൈനിങ് കണ്ടോ, ഭയങ്കര സുഖമാണ് ഇങ്ങനെ ചൂടോടെ കോരി കുടിക്കാനായിട്ട്. പക്ഷെ തണുത്ത് കഴിഞ്ഞ് കുടിക്കാനും അതിനേക്കാട്ടിലും രസമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചു, ദൈവമേ ഉരുളിയൊക്കെ വെച്ചിട്ട് ഇത്രയും പായസം ഉണ്ടാക്കിയിട്ട് ആരും കുടിക്കാനാ? അമ്മയും കുടിക്കില്ല, ഞാനും കുടിക്കില്ല, പ്രജി അച്ഛനും ഓരോ ഗ്ലാസ് കുടിച്ചാലായി, ശമ്പൂട്ടം തിരിഞ്ഞു നോക്കില്ല എന്ന്. അവസാനം ഞങ്ങൾ 4 പേര് ഓരോ ഗ്ലാസ്സൊക്കെ എടുത്ത് മക്കൾക്കും കൊടുത്ത് ആരല്ലോ വീട്ടിൽ വന്ന് എല്ലാവർക്കും ഓരോ സ്പൂണൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വേഗം സംഭവം കഴിഞ്ഞു കേട്ടോ. പിന്നെ മക്കളുള്ളതല്ലേ, ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറിയും അതേപോലെ ചോറും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും വന്നിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. അടിപൊളിയായിട്ട് പോയി. അടുത്ത ദിവസവും ചേച്ചിമാരൊക്കെ വരും എന്നുള്ള ഇതിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ബത്തക്കയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സർബത്താക്കാൻ വേണ്ടി പ്രജീനെയാണ് വിളിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ പ്രജി എണീറ്റിട്ട് ഇത് സർബത്താക്കാൻ തുടങ്ങി കേട്ടോ. ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ രാവിലെ ഇങ്ങനെ കൊത്തിയരിയുക എന്നുള്ളത് ഭയങ്കര സോഫ്റ്റ് അല്ലേ, നമ്മൾ സ്പോഞ്ചിലൊക്കെ പണിയെടുക്കുന്നൊരു ഫീലാണ്. നമ്മുടെ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നല്ല രസമാണ്. ഏകദേശം ഒരു 6 കിലോയ്ക്ക് അടുത്തുള്ള ബത്തക്ക മേടിച്ചിട്ട് തണ്ണിമത്തം മേടിച്ചിട്ട് നമ്മളിങ്ങനെ കൊത്തിയായിരുന്നു കേട്ടോ. കാരണം ജ്യൂസ് ഉണ്ടാക്കി വെക്കാം, നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്ക് മക്കളെല്ലാവരും വരുമ്പോൾ അവർക്ക് കൊടുക്കാലോ കളിച്ചിട്ട് വരുമ്പോൾ. ശമ്പൂട്ടരെ ഈ നാട്ടിലേ കിട്ടാനില്ല കേട്ടോ, ചേച്ചിയും ചേട്ടന്മാരും ഒക്കെ ഉള്ളതുകൊണ്ട് അവരോടെ കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവരെന്തായാലും ഉച്ചയ്ക്ക് കൊണ്ട് കഴിയുമ്പോഴും വൈകുന്നേരമോ 4 മണിക്കോ ഒക്കെ വന്ന് കഴിയുമ്പോൾ അല്ലെ 10 മണിക്കോ ഒക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ് രാവിലെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. ഈ കണ്ട നമ്മൾ ഒരു ട്രിപ്പ് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തെങ്കിൽ പോലും എപ്പോഴും അതൊക്കെ മേടിച്ച് കൊടുത്താൽ കുട്ടികൾക്ക് അത്ര നല്ലതല്ലല്ലോ. അപ്പം ഇതും ഒരു വെറൈറ്റിക്ക് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ചിക്കൻ കറിയും ചോറും പരിപാടികളെല്ലാം ആയി. ഇത് എൻ്റെ നാട്ടിലൊന്നും ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിലൊന്നും ആർക്കും ഇങ്ങനൊരു സംഭവം അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പ്രജിയുടെ വീട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചിറ്റപ്പനും ചിറ്റയും ഒക്കെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ബത്തക്ക വെള്ളം എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണ്, രൂപ ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞത് കേട്ടോ. അവർക്കിതൊരു പുതുമയായിരുന്നു, കാരണം ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നുള്ളൂ. ഇപ്പം പക്ഷേ അങ്ങനെയല്ലല്ലോ, എന്തെങ്കിലും ഒരു സാധനം ഇറങ്ങി അപ്പം തന്നെ യൂട്യൂബിൽ വൈറലാവും, ട്രെൻഡിങ് ആവും, അപ്പം തന്നെ എല്ലാവരും ഉണ്ടാക്കും, എല്ലാവർക്കും അറിയാം. ശരി, അപ്പോൾ നമ്മൾ ബത്തക്ക എല്ലാം നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്തെടുത്തു. പക്ഷെ കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വർത്താനം പറഞ്ഞ് വർത്താനത്തിൻ്റെ ഇടയിലാവുമ്പോൾ പിന്നെ ഈ പണി അങ്ങ് വരുന്നതായിട്ട് നമുക്ക് തോന്നില്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ക്ലീനായി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രജി പറയായിരുന്നു, എനിക്ക് ആ തൊണ്ടിൽ തന്നെ ഇങ്ങനെ ഒഴിച്ചു തരണം, എന്നിട്ട് നമുക്ക് കുടിക്കണം, നല്ല രസമായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ് അങ്ങ് തുടങ്ങിയാലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ തമാശയ്ക്കാണെങ്കിലും നല്ലൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് നമ്മൾ ചർച്ചയിലെത്തിയെങ്കിലും
അവസാനം എന്താ രാവിലത്തെ ചായ എടുത്ത് വെച്ചിട്ടും കൂടി രാവിലെ തന്നെ ബത്തക്ക വെള്ളം അടിച്ച് കയറ്റാണ് പ്രജി. ഭയങ്കര എൻജോയ് ചെയ്ത് കുടിക്കും. കാരണം ഒരു കെമിക്കലൊന്നും ഇല്ലല്ലോ, നല്ല അടിപൊളിയല്ലേ, നല്ല റിഫ്രഷിംഗ് ആയിട്ടിരിക്കും. അപ്പോൾ ചായ ഇത് അവിടെ ഇരിപ്പുണ്ട്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ചായ ഇരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു സാധനം കഴിക്കുക എന്നുള്ളത്. പ്രജീനെ കുറിച്ച് നോക്കും. അച്ഛൻ എന്തായാലും രാവിലെ തന്നെ അരി അടുപ്പത്തിട്ടു. ഞാൻ എന്തായാലും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അതുകൊണ്ട് ലഞ്ചൊക്കെ ഏകദേശം പെട്ടെന്ന് റെഡിയായി. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മക്കളുടെ കൂടെ തന്നെ ഇങ്ങനെ അവർ ശമ്പൂട്ടനും കളിച്ച് നടന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് കയറി വീട്ടിൽ. അതിനുശേഷം കുറേ നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പിരിയാണ്. ഇനി എന്തായാലും അടുത്ത ലീവിന് കാണാം. അതുവരെ ടാറ്റാ.